ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ വ്ളോഗാണ്. ഇതിനെ ശരിക്കും അങ്ങനെ വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് തന്നെ വ്ളോഗ് എടുക്കുന്ന കാര്യമേ ഞാൻ അങ്ങ് മറന്നു. അതുകൊണ്ടിട്ട് ഒരു ദിവസത്തിന്റെ പകുതി കാര്യങ്ങൾ പോലും ഞാൻ ഈ വ്ളോഗിൽ എടുത്തിട്ടില്ല. അപ്പോൾ ആ എടുത്തു വെച്ചേക്കണ കുറച്ച് വീഡിയോ വെച്ചിട്ട് ഒരു മിനി വ്ളോഗാണ് ചെയ്യണത്. ജേർണലിംഗ് ചാലഞ്ച് സീരീസ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ലെന്ന്. അതിതാണ് ആ ആഴ്ചയിൽ എനിക്ക് എക്സാം തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കണ സമയത്താണ് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയത്, ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പം തന്നെ ഞാൻ ബുക്കൊക്കെ അടച്ചിട്ട് പിൻട്രസ്റ്റിൽ ജേർണൽസിന് വേണ്ടിയുള്ള സ്റ്റിക്കേഴ്സൊക്കെ നോക്കാൻ തുടങ്ങി. ഞാൻ ആക്ച്വലി നമ്മുടെ കമന്റ്സ് ഒക്കെ നോക്കിയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നമുക്ക് ഏതൊക്കെ ജേർണൽസ് ചെയ്യണമെന്ന്. അത് നോക്കിയിട്ടാണ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ടെംപ്ലേറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തത്. അതിലൊരു 8 പേജ് എന്തോ ഞാൻ പ്രിന്റ് എടുത്തിട്ടുണ്ട്. അതിൽ 7 നമ്മളിപ്പോൾ ചെയ്തേക്കണത്. ആ 8ാമത്തെ പേജ് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ചെയ്യാം. ഓക്കെ, ആ 8ാമത്തെ ജേർണൽ കുറച്ച് സാധനമാണ്. നമ്മുടെ ചാലഞ്ച് ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ ലിസ്റ്റ് വായിച്ച് കഴിയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും 8ാമത്തെ ജേർണൽ എന്തായിരിക്കും. മനസ്സിലായിട്ടുള്ളവർ കമന്റ് ചെയ്യും. ടെംപ്ലേറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി കിടന്നുറങ്ങി. തലേന്ന് അത്രയും ലേറ്റ് ആയിട്ട് ഉറങ്ങിയോണ്ട് തന്നെ രാവിലെ ഞാൻ നല്ല ലേറ്റ് ആയിട്ട് എണീറ്റത്. 8 മണി എന്തോ ഞാൻ എണീറ്റപ്പോഴത്തേക്കും. എന്നിട്ട് രാവിലെ ഞാൻ പാസ്ത തന്നെ ഉണ്ടാക്കിയത്. അതാവുമ്പോൾ വേഗം ഉണ്ടാക്കി കഴിയുമല്ലോ. ലഞ്ചിന് ഞാൻ അത് തന്നെയാണ് നന്നായിട്ട് കൊണ്ടുപോയത്. എൻ്റെ കോളേജ് 9 മണിക്കാണ് തുടങ്ങാം. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ നോക്കിയാലും എത്രയൊക്കെ നേരത്തെ എണീറ്റാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 9:10 വീട്ടിൽ നിന്ന് കോളേജ് വരെ ഒരു 20 മിനിറ്റുകൾ. അതുകൊണ്ട് ഞാൻ ഡെയിലി കറക്റ്റ് 9:30 ആകുമ്പോൾ കോളേജിലെത്തും. ഇതാണ് ജുംബോ ഉണ്ടല്ലേ. ഞാൻ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും വീടിൻ്റെ വഴിയിലും വീടിൻ്റെ അവിടെ ഒന്നും ജുംബോനെ കാണൂല. പക്ഷെ ഞാൻ വണ്ടി വെച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ജുംബോ അവിടെ പുറകിലൊന്നും ഇങ്ങനെ ഇരിക്കണ്ടാവും. ഒരു വ്ളോഗ് ആയി കഴിഞ്ഞാൽ കുറച്ച് പച്ചപ്പും ഹരിതാപവും ഒക്കെ വേണമല്ലോ. രാവിലെ നമ്മൾ ഭയങ്കര നേരത്തെ നേറ്റുകൊണ്ട് തന്നെ ഇതൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ടിട്ട് വൈകുന്നേരം വന്നപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. വൈകുന്നേരം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മുടെ ജേർണലിംഗ് ചാലഞ്ചിന് വേണ്ടിയിട്ടുള്ള ആ 8 പേജല്ലേ, അതെല്ലാം ഞാൻ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രിന്റ് എടുത്തൊന്നും എനിക്ക് അത്രക്കങ്ങാട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച അത്ര കളർ വന്നില്ല. ഇനി ആ കടക്കാരൻ്റെ പ്രിന്ററിൻ്റെ കംപ്ലൈൻ്റ് ആണ്, അതല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ കളറാണ് എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ക്യാമറയിൽ കൂടി നോക്കുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കളറുണ്ട്. നേരിട്ട് കാണാനായിട്ട് ഇത്രക്കങ്ങാട് കളറില്ല, കുറച്ചൊരു ഡള്ളായിട്ടിരിക്കണ പോലെയാണ് ഉള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ജേർണലിംഗ് ചാലഞ്ച് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴത്ത് ലിങ്ക് കൊടുത്തേക്കാം, അപ്പോൾ ഒന്ന് എല്ലാവരും കയറി കണ്ടു നോക്കാട്ടോ. ഈ ഒരു സ്റ്റാറി നൈറ്റിൻ്റെ ഈ പ്രിൻ്റ് ഔട്ട് നല്ല രസമില്ലേ. ഇതെനിക്ക് പ്രിൻ്റ് എടുത്തത് നല്ല ഇഷ്ടപ്പെട്ട്, ജേർണലിംഗ് ചെയ്തത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്ത ഈ ഒരു പിങ്ക് ജേർണലിംഗ് ആയിരുന്നു. ഇതിൻ്റെ വീഡിയോയും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമേക്കുമല്ലോ. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാട്ടോ. നമ്മുടെ ആ 7 ദിവസത്തെ ജേർണലിംഗ് ചാലഞ്ച് ഫുള്ള് ഞാൻ ഈ ഒരു ബുക്കിലായിട്ടാണ് ചെയ്തത്. ഈ ബുക്കിൽ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോഴും ഒരുപാട് പേജസ് ഉണ്ട്. ഇത് ഞാൻ തുടങ്ങിയത് കുറേ വർഷം മുന്നേ. എക്സാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2019 ഏപ്രിൽ 1-ാം തീയതി. അതായത് എനിക്കൊരു 17 വയസ്സുള്ളപ്പോൾ, 16 ആ ഒരു ടൈമിലാണ് ഞാൻ തുടങ്ങിയത്. ഇപ്പം എനിക്ക് 22 വയസ്സായി. ഇത്ര വർഷമായിട്ട് ഞാൻ ഈ ബുക്ക് തീർത്തിട്ടില്ല. ഈ ബുക്ക് എങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ ബുക്കിൽ തന്നെ ഞാനിപ്പോൾ ജേർണലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മൊത്തം ചെയ്ത് തീർത്തിട്ട് വേണം എനിക്ക് ഇതിനൊരു ഫ്ലിപ്പ് ത്രൂ ചെയ്യാനായിട്ട്. ഈ ബുക്ക് തുടങ്ങിയത് ഏകദേശം ഒരു കോവിഡ് ടൈമിലായിരുന്നു. അതുകൊണ്ട് ഇതിനകത്ത് ചെയ്തേക്കണ ആ ജേർണലിംഗ് എല്ലാം ഒരു കോവിഡ് ടൈമിലായിട്ടാണ് ഞാൻ ചെയ്തേക്കണത്. ഈ ഒരു പേജ് തൊട്ടുള്ള ജേർണലിംഗ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതെല്ലാം നമ്മൾ ചാനൽ തുടങ്ങിയ ശേഷം ചെയ്തതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ ചെയ്തേക്കണല്ല 2019-ലും, ഈ ചാനൽ തുടങ്ങിയ ശേഷം ചെയ്തേക്കണല്ല ഒരു 2024-ലുമാണ് ചെയ്തേക്കണത്. അത്രയും വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ടാണ് പിന്നെ ഞാൻ ഈ ബുക്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണത്. ഈ ഒരു പിങ്ക് ജേർണലിംഗ് തൊട്ടിട്ട് നമ്മൾ ഒരാഴ്ച വീഡിയോ ഇടാതിരുന്നതിൻ്റെ ആ ഒരു കഥയെല്ലാം നിങ്ങളിപ്പോൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാം പോയി കണ്ടു നോക്കുക. നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വേണ്ട. അപ്പോൾ ഓക്കെ, ബൈ.